ഇല്ല, വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി പോരും. ഞങ്ങൾ അറിയുന്നില്ല. വീട്ടിൽ ഫോണുണ്ട്, ലാൻഡ് ഫോണുണ്ട്. എൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിവരം അറിയും. അതുകൊണ്ട് കൊടുത്തില്ല. അങ്ങനെ അവർ പോയി. ഞങ്ങളാകപ്പാടെ അങ്ങ് വിഷമിച്ച് എന്തായാലും കല്യാണമൊക്കെ നിശ്ചയിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് നിശ്ചയം നടത്താനായിട്ടെല്ലാം തന്നാങ്ങളൊപ്പിച്ച് എല്ലായിടും ഒക്കെ പറഞ്ഞ് ഒരു 2 ദിവസത്തേക്ക് മുമ്പ് ഇവരെ ഞാൻ വീട്ടിലാക്കി വെച്ച് ഞങ്ങളുടെ കൂടെ നിശ്ചയം പറയാൻ പോയിട്ട് ആൾ വീട്ടിലില്ല. ഈ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ട ഒരു വീട്ടിലെ 2 നിലയുടെ മോളി പാവ മൂടി വെക്കുന്നതല്ല, മുകളിലിരുന്നാൽ റോഡിൽ നടക്കാൻ സംഭവങ്ങളറിയാം, മൂടി പുതച്ച് റെഡിയാക്കി വെക്കുക. ഞങ്ങൾ കുട്ടികളെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് നടന്നു. അപ്പോൾ ഈ സുമയെന്ന് പറയുന്ന കുട്ടി വേറെ ആളിനെ വിട്ടിട്ടുണ്ട് ഞങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ വീക്ഷിക്കാൻ. ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട് വണ്ടി റെഡിയാക്കി വന്നപ്പം ഈ സുമയുടെ ആങ്ങളെ ജോലി കഴിഞ്ഞ് വന്ന് ഇത് ബഹളം കേട്ടുകൊണ്ട് വന്നപ്പം ഞങ്ങളങ്ങനെ ഇന്ന ആളിനെ കാണുന്നില്ല. ഉടനെ ഈ പയ്യൻ ചെന്ന് സുമയോട് പറഞ്ഞ് ഇന്നപോലെ പെശകാണ്, സ്റ്റേഷനിൽ പോകാൻ പോവാണ്, വനിതാ പോലീസ് വരും. ഇച്ചിരി കഴിഞ്ഞപ്പം എൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നമ്മൾ തന്നെ ഇറക്കിക്കൊണ്ട് നമ്മെ കുഞ്ഞിതാണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അവരുടെ വീട്ടുകാർ ഇതിനെ ഞങ്ങൾ തള്ളിയേക്കുക. അതിനെ പിന്നെ അതിന് വിവാഹം ചെയ്ത് തയ്ച്ചു 2 കുട്ടികളുണ്ട്, ബന്ധമൊക്കെ ഒഴിഞ്ഞ്. അപ്പം പിന്നെ വേറെ കല്യാണമൊക്കെ കഴിച്ച്. അപ്പം ഇതിന് ഒരാൾ വേണമല്ലോ, അതിനാണ് ഇവരെ പിടിച്ചത്. സ്വഭാവത്തിലുള്ളൊരു കുഴപ്പമായിട്ട് കണ്ട് ഇപ്പം ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കുമോ, സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുമോ? നമ്മൾ പിന്നെ പറഞ്ഞു കൊടുത്ത് നോക്കി, ഗുണദോഷിച്ച് നോക്കി. നമ്മളപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് 10 ദിവസം നിൽക്കും. അപ്പം വരുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കണക്ട് ചെയ്യും. നമുക്ക് വിളിക്കിറങ്ങാനോ മൂത്ത വിളിക്കാനോ വല്ല മറ്റു സാധനം മേടിക്കാൻ പോകണം. അപ്പോഴായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. ആടി അതുപോലെ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. എന്നാലും ഇവരും പറയും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല, നീ എളുപ്പം കൂടെ വരണം. അവർ വേറെ കായംകുളത്ത് വരും. പെരുമ്പാവൂരിന്ന് കായംകുളത്തുണ്ട്. ഇവർ അവിടെ ചെല്ലും വണ്ടിക്ക്. 2 പേരും കൂടെ ഒറ്റ പോക്കാം. പിന്നെ നമ്മൾ വിളിച്ചവർ 2 സിമ്മ് മാറ്റി വിടും. ഇവർ പോയതിന് ശേഷമാണ് എൻ്റെ മൂത്ത കൊച്ചുകൾ പ്രായമാകുന്നത്. അപ്പോൾ അതിന് 17 വയസ്സുണ്ട്. ഒരു കുട്ടി പ്രായമായാലും ഒരമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇതാര് നോക്കും? ആരെ കണ്ടും കൊണ്ട് പോയി? സാപ്പാടില്ലയോ, ഉടുക്കാനില്ലയോ, TV ഇല്ലയോ, ഫാനില്ലയോ, ഫോണില്ലയോ, ഉറങ്ങാൻ സൗകര്യമില്ലയോ, ആര് ശല്യം ചെയ്യുന്നു? എന്തോത്തിൻ്റെ കുഴപ്പം കൊണ്ടുപോയി. ഈ പെൺകുട്ടി +2 പാസ്സായി, നല്ല മാർക്കോടുകൂടി ജയിച്ചു. ഇപ്പോൾ ബികോമിന് കരുനാളിൽ പഠിപ്പിക്കുക, ഞങ്ങൾ പഠിപ്പിക്കുക. ഇതിൻ്റെ ചുമതല ആരേക്കണം? ഇവൾ വയറുന്നൊന്ത് പ്രസവിച്ച് ഒരു തള്ളയാണെങ്കിൽ കുട്ടി പ്രസവിച്ച് വരുമ്പോൾ മോളേന്നെങ്കിലും ഒന്നും വിളിക്കത്തില്ല. അത്ര ഹൃദയമൊക്കെ ഉണ്ടോ? അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളെ കൽത്തുറങ്ങളിൽ അടയ്ക്കുക. ഈ സുമയെന്ന് പറയുന്ന പെണ്ണ് എനിക്കറിയാവുന്നതാണ്. നമ്മളാരും ഉദ്ദേശിക്കുന്ന കക്ഷിയല്ല. അവരുടെ വീട്ടിൽ അവളെ തല്ലിയൊക്കെ എവിടെങ്കിലും പോയി ചാവട്ടെന്നും പറഞ്ഞു. വേറെ ഏതെങ്കിലും ഈ ലോകത്ത് എത്ര ആളുകളുണ്ട്? ഇവളല്ലാതെ ഒരെണ്ണത്തിന് അവളുടെ കൂട്ടിന് കിട്ടിയോ? ഇവളെന്തിനു പോയി? ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത്? പെരുമ്പാവൂരിൽ നിന്ന് ഞാൻ പിടിച്ചുകൊണ്ടെന്ന് കയ്യും കാലും അടിച്ചു കൊടുത്താൽ ഞാൻ പിന്നെ സ്റ്റേഷനിൽ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, വയറ്റിൽ മുമ്പ, കുഞ്ഞ് വലിയ താമസമില്ല. എനിക്ക് ആട്ടിൻ്റെ സുഖമുള്ള ആളാണ്. എനിക്ക് കാല് വയ്യ, നടക്കാൻ വയ്യ, തേയ്മാനം. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ടൊരു സഹായം? ഇദ്ദേഹം രാവിലെ ജോലിക്ക് പോകും, പിള്ളേർക്ക് ട്യൂഷന് പൈസ കൊടുക്കണം, ഇപ്പോൾ പഠിപ്പിക്കുന്നതിന് പൈസ കൊടുക്കണം, ഉടുപ്പ് വേണം, പാവാട വേണം, ഡ്രസ്സ് വേണം, ആഹാരം വേണം. ഇതാര് കൊടുക്കും? ഇവളെന്തിനു പോയി? സ്വന്തം തള്ളയും തന്തയും പറയുന്ന കേൾക്കാതെ മറ്റുള്ളവരുടെ എന്തിനു പോയി? ഇപ്പോൾ ഇതിൽ എന്ത് തീരുമാനം എടുക്കാൻ പറ്റും മേഡം? ഈ കുട്ടികളെ ഒരു കാലത്തും അവർ കൊടുക്കാൻ തയ്യാറല്ല. ശരിയല്ല. ഇവരുടെ ബന്ധം വേർപെടുത്തിയിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റവള് നമ്മൾ ഉദ്ദേശിക്കുന്ന കക്ഷിയല്ല. പിന്നെ ഇവര് 2 പ്രായപൂർത്തിയായ മനുഷ്യരാ. ഒന്നിച്ച് ജീവിക്കുന്നതിന് ഇവിടെ നിയമം തടസ്സമല്ല. അതെ, അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ടൊന്നും ഉപദേശിച്ചു കൊടുക്കാനില്ല. നിയമപരമായിട്ട് ബന്ധം വേർപെടുത്താൻ എങ്ങനെയാണെന്നുള്ള മാർഗം തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സ് കോപ്പി ഫാമിലി കോടതി കൊടുക്കാം. നിങ്ങൾ കരുനാഗപ്പള്ളിയില് ചവറ കോടതിയിൽ കൊടുക്കാം. എവിടെ വെച്ചായിരുന്നു കല്യാണം? അപ്പൊ രണ്ടുപേരും ലാസ്റ്റ് സൈഡ് ചവറ കോടതിയുടെ പരിധിയില്ല, കരുനാഗപ്പള്ളി. അപ്പൊ കരുനാഗപ്പള്ളി കോടതിയിൽ ഡൈവേഴ്സ് കോപ്പി ഫയൽ ചെയ്യാം. വേണമെങ്കിൽ ആദ്യം കൂടെ വന്ന് താമസിക്കണമെന്നും പറഞ്ഞ് നോട്ടീസ് കൊടുക്കാം. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. അതിനവർ വരത്തില്ല, വരാൻ തയ്യാറുമില്ല. പിന്നെ നമുക്ക് ഡൈവേഴ്സ് കോപ്പി ചെയ്യാം, വിവാഹ ബന്ധം വേർപെടുത്താം. ഇങ്ങനെ ഒരു ഭാര്യ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സ്ത്രീ ആ മക്കൾക്ക് ആവശ്യമുണ്ടോ? എന്താ ഒഴിഞ്ഞാലും എവിടെങ്കിലും വെച്ച് നീ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിന്റെ 2 കാലും കൈ ഞാൻ വിട്ടു, ഞാൻ ജയിലോട്ടങ്ങ് പോകും.
ഇനിയിപ്പോൾ വയസ്സുകാലത്ത് എനിക്കിപ്പോൾ ആരെയും നോക്കാനും പിടിക്കാനില്ല. ഉറപ്പാ, കുറിച്ചിട്ടോ, സമയം കുറിച്ചിട്ടോ. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. ഞാൻ നിന്നെ എൻ്റെ ഒരു മകളെന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം കാണിച്ചിട്ടല്ലേ നീ വന്നേ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം നിന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ നിന്നെ കൊല്ലേണ്ടതാണ്. ഞാൻ കൊല്ലാതിരുന്നതാണ്. പഞ്ചായത്ത് മെമ്പർ വീതിയാണ് സമ്മതിക്കാനിത്. നിന്നെ അന്ന് ഞാൻ കൊന്നേനെ. ഇപ്പോൾ ഇവിടെ വെച്ച് പറയാം, മര്യാദയ്ക്ക് ആ കൊച്ചിൻ്റെ എവൻ്റെയും കൂടെ നീ താമസിച്ചില്ല എങ്കിൽ നീ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ നിന്നെ അവിടെ ഇട്ടിയാൻ കൊല്ലും. കൈയും കാലം പറ്റത്തേ ഉള്ളൂ. നീ അങ്ങനെ വണ്ടിയിൽ ഇനി കറങ്ങിയടിച്ച് ചുറ്റി മറ്റേ പോകണ്ട. അത് പ്രശ്നത്തിന് പരിഹാരമാണ്. ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല മാഡം. ഇദ്ദേഹത്തിനുള്ള നിയമസഹായങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഡൈവോഴ്സ് ഓപ്പി ഫയൽ ചെയ്യാം. കുഞ്ഞുങ്ങളെ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയുള്ള ജീവിതം വേണ്ട. ആ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിനാ കാണുന്നത്? അല്ലെ ഏത് ബന്ധത്തിലാ? ആ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളാന്നൊരു കരുണയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂടെ പോയി താമസിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കൊച്ചിൻ്റെ കൂടെ വരത്തില്ല. കൊച്ചിൻ്റെ കൂടെ നീ വരത്തില്ല. എന്നെ അവളെ നീ കൊലക്ക് കൊടുക്കും.